കോച്ച് അതുപോലെ ഒരു ബിസിനസ് വളരണമെങ്കിൽ അവിടെ ഫണ്ടിങ് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ശരിക്കും ഫണ്ട് മാത്രം മതി ഒരു ബിസിനസ് വളരാൻ? ഫണ്ടാണോ മേജർ ഫാക്ടർ? റൈറ്റ്, ഫണ്ട് മേജർ ഫാക്ടറാണ്. പക്ഷെ ഞാൻ പറയുന്ന പലപ്പോഴും ഫണ്ടിനേക്കാളും പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ലിയോക്ക് തന്നെ അറിയാം, പലപ്പോഴും നമ്മുടെ കൺസൾട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ 1-to-1 നമ്മുടെ സ്കെയിലപ്പ് ഓഡിറ്റിലൊക്കെ വരുന്ന ആൾക്കാർ പറയാറുണ്ടല്ലോ, അതായത് എൻ്റെ അടുത്ത് എല്ലാം സെറ്റാണ്, എനിക്ക് ഫണ്ട് കിട്ടിയാലെന്ന് അറിയും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അവിടെ ഒരു പ്രോസസ്സും സംഗതികളൊക്കെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സെയിൽസ് സിസ്റ്റം ഇല്ല, ഒരു ക്യാഷ് കളക്ഷൻ സിസ്റ്റം ഇല്ല. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നിലവിലുള്ള കംപ്ലീറ്റ് ക്യാഷ് മാർക്കറ്റിൽ പോയിട്ട് കിടക്കുകയാണ്. അപ്പം ആൾ മനസ്സിലാക്കുക എൻ്റെ പ്രോഡക്റ്റ് സൂപ്പറാണ്, എൻ്റെ നല്ല സർവീസാണ്, എനിക്കിന് ഫണ്ട് കിട്ടിയാൽ മതി എന്ന ധാരണയിലാണ് ആൾക്കാർ പലപ്പോഴും ഉണ്ടാവാം. അപ്പം അവിടെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം അങ്ങനെയുള്ള ബിസിനസ് ഓണേഴ്സിന് ഫണ്ട് കിട്ടിയാൽ എന്താ പ്രശ്നം, അവർ ഫണ്ട് എടുക്കും അല്ലേ, അവരെ പിന്നെ ആരോടെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് അവർ ഫണ്ട് വാങ്ങിക്കും. എപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നോർമലി ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബിസിനസ്സിനെ ഫണ്ട് ചെയ്യുന്നത് എപ്പോഴും 3F എന്നാ പറയാം. ഒന്നുകിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഫാമിലി ഫുൾ എന്ന് പറയാം അല്ലെ. അവർ കൺവിൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇദ്ദേഹം ഫണ്ട് വാങ്ങിക്കും. ഈ വാങ്ങിച്ച ഫണ്ട് എന്താവും, ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോയി ഇരിക്കും. കാരണം എന്താണ്, ഈ ഫണ്ട് കൊണ്ടുവരാണ്ട് ക്യാഷ് കളക്ട് ചെയ്യാണ്ട് മെക്കാനിസം ഓർഗനൈസേഷനുള്ളിലില്ല. അപ്പൊ എഗെയിൻ സ്റ്റക്ക് ആവും, എഗെയിൻ റൊട്ടേഷൻ തുടങ്ങും, റോളിങ് തുടങ്ങും, പ്രശ്നമാവും. അദ്ദേഹം പറയുന്നത് എൻ്റെ പ്രോഡക്റ്റ് സൂപ്പറാണ്, പക്ഷെ പ്രോഡക്റ്റ് സൂപ്പർ ആയതൊരു കാര്യമില്ല. അവിടെ എന്ത് വേണം, നമുക്ക് കൃത്യമായിട്ടും ഈ പറയുന്ന സെയിൽസ് ചെയ്യുമ്പോൾ ഈ ക്യാഷ് കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഉദാഹരണം പറയാം, ഇത്തരത്തെ മെക്കാനിസം ഉണ്ടാവണം. ഇപ്പം പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് സിസ്റ്റം വേണം, സെയിൽസ് സിസ്റ്റം വേണം, റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം, അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യുന്ന സിസ്റ്റം വേണം. ഇങ്ങനെ സിസ്റ്റംസ്, അതായത് ബിസിനസ് സ്കെയിൽ എന്ന് പറയുന്നത് ആദ്യം ഇങ്ങോട്ട് വലുതാവരല്ല, അത് ബെറ്റർ ആവാണ്. ബെറ്റർ സിസ്റ്റംസ് ആണ് സ്കെയിൽ ചെയ്യുന്നത്. അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫണ്ട് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം ഒരു ക്ലാരിറ്റി വേണം, എൻ്റെ ബിസിനസ് മോഡൽ എന്താണ്, എൻ്റെ കസ്റ്റമർ ആരാണ്, ഞാൻ എന്ത് സർവീസ് അവർക്ക് കൊടുക്കുന്നത്, എനിക്ക് എങ്ങനെ ക്യാഷ് വരുന്നത് എന്നൊരു ക്ലാരിറ്റി, ബിസിനസ് മോഡലിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. പ്ലസ് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ആ സിസ്റ്റം നമുക്ക് റിഫൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഫണ്ട് എടുക്കേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവും, ഈ വാങ്ങിക്കുന്ന ഫണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് പോയിട്ടിരിക്കും. എഗെയിൻ അടുത്ത ഫണ്ട് എടുക്കാൻ പോകും, അല്ലെങ്കിൽ റോളിങ് പോകും, ലോൺ എടുക്കാൻ പോകും. ഫണ്ട് ആവശ്യമാണ്, പക്ഷെ ഫണ്ടിന്റെ മുമ്പായിട്ട് എന്ത് വേണം, കൃത്യമായിട്ടുള്ള എന്ത് സിസ്റ്റമാണ് എൻ്റെ ബിസിനസ് ഓടിക്കാൻ വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി സംരംഭകർക്ക് ഉണ്ടാവും.